കേരളത്തിൽ ഇസ്ലാമോഫോബിയ വളർത്തുന്നതിലൂടെ സിപിഎം ബിജെപിക്ക് വേണ്ടി പണിയെടുക്കുകയാണെന്ന് സന്ദീപ് വാര്യർ. എസ്.വി ഫൗണ്ടേഷൻ വടകരയിൽ സംഘടിപ്പിച്ച എസ്.വി അനുസ്മരണ അവാർഡ് ദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നെറികെട്ട വർഗീയത സിപിഎം എപ്പോഴും കളിക്കാറുണ്ട്. ഈഴവ വർഗീയതയും മുസ്ലിം വർഗീയതയും ഇളക്കിവിടുന്ന സിപിഎമ്മിന്റെ ശൈലി വടകരയിലെയും നാദാപുരത്തെയും ജനങ്ങളോട് താൻ പറയേണ്ടതില്ലെന്നും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കാഫി സ്ക്രീൻഷോട്ടിൽ എത്തി നിൽക്കുന്നത് അതാണെന്നും അദ്ദേഹം തുടർന്നു. തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കേണ്ടത് കെ സുരേന്ദ്രനേക്കാൾ പിണറായി വിജയന്റെ ആവശ്യമായിരുന്നെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മലപ്പുറത്തെയോ കോഴിക്കോട്ടെയോ റേഷൻ കടയിൽ പോയി കഴിഞ്ഞാൽ അരി വാങ്ങാനും പഞ്ചസാര വാങ്ങാനും മണ്ണെണ്ണ വാങ്ങാനും ക്യൂ നിൽക്കുന്നവരിൽ പദ്ധതിയുടെ താത്തമാർ കൂടുതലുണ്ടാവും എന്ന് കരുതിയിട്ട് റേഷൻ കട തീവ്രവാദ കേന്ദ്രമാണെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് സർജിക്കൽ സ്ട്രൈക്ക് നടത്താൻ പറ്റും. മലപ്പുറത്തും കോഴിക്കോട്ടും ഹോട്ടലിൽ പോയാൽ ഭക്ഷണം കഴിക്കുന്നവരിൽ കൂടുതൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരുണ്ടാവും എന്ന് കരുതിയിട്ട് ആ ഹോട്ടൽ തീവ്രവാദ കേന്ദ്രമാവും. ആവില്ലല്ലോ. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും വ്യായാമം ചെയ്യുന്ന സ്ഥലം എങ്ങനെയാണ് തീവ്രവാദ കേന്ദ്രമാവുന്നത്? എങ്ങനെയാണ് അവർക്ക് തീവ്രവാദികളാവുന്നത്? ഈ ഇസ്ലാമോഫോബിയ ഇവിടെ പടർത്തുന്നത് ആരാണ്? BJP ആണ്. BJP പറഞ്ഞാൽ കേരളത്തിലെ പൊതുസമൂഹം വിലക്കെടുക്കില്ല, മുഖവിലക്കെടുക്കില്ല. അപ്പൊ എന്ത് ചെയ്യുന്നു? BJP പറഞ്ഞാൽ കേരള സമൂഹം വിലക്കെടുക്കില്ല എന്നുള്ളതുകൊണ്ട് BJPക്ക് വേണ്ടിയിട്ടുള്ള കൊട്ടേഷൻ പണിയെടുക്കുന്നത് CPM ആയി മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇസ്ലാമോഫോബിയ കേരളത്തിൽ പടർത്താൻ BJPക്ക് വേണ്ടിയുള്ള പണിയെടുക്കുന്ന അവസ്ഥയിലേക്ക് കേരളം മാറി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറി, CPM മാറി എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ അത് കേട്ടാൽ കഷ്ടം എന്ന് പറയും. വടകരക്കാർക്ക് ഒരിക്കലും അതിലൊരു അത്ഭുതം തോന്നില്ല. കാരണം നിങ്ങൾ CS കണാലിന്റെ പ്രസംഗം കേട്ട് വളർന്നവരാണ് അല്ലേ? നിങ്ങൾ വടകരക്കാരെന്ന് പറഞ്ഞാൽ, നാദാപുരക്കാരെന്ന് പറഞ്ഞാൽ CPMന്റെ ഏറ്റവും ക്രൂരമായ വർഗീയ മുഖം കണ്ട് പരിചയിച്ചവരാണ് വടകരക്കാർ. അവർക്ക് ഇതിൽ അത്ഭുതം തോന്നില്ല. തീയനെയും മുസ്ലിമിനെയും രണ്ട് ദ്വന്ദ്വത്തിൽ നിർത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയം, വർഗീയ രാഷ്ട്രീയം എല്ലാ കാലത്തും CPM കളിച്ച മണ്ണല്ലേ വടകരയിലേക്ക്. മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ ഇതുപോലെ ഒരു പ്രദേശത്തെ മുഴുവൻ വർഗീയമായി വിഭജിക്കുന്ന പ്രചരണം നടത്തിയിട്ടുണ്ട്? ഏറ്റവും കൂടുതൽ കാഫിർ സ്ക്രീൻഷോട്ട് വരെ വടകരയിൽ ഉണ്ടാക്കിയതാണ് കമ്മ്യൂണിസ്റ്റുകാരല്ലേ. ആ വടകരക്കാർക്ക് എന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തനി നിറം അറിയാം, യഥാർത്ഥ മുഖം അറിയാം. 1-ാം നമ്പർ വർഗീയവാദികൾ. വർഗീയത ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി ഹിന്ദുവിനെയും മുസൽമാനെയും രണ്ട് ദ്വന്ദ്വത്തിൽ നിർത്തിക്കൊണ്ട് പരസ്പരം ഏറ്റുമുട്ടിപ്പിക്കുന്ന ഏറ്റവും നെറികെട്ട വർഗീയത കേരളത്തിൽ എക്കാലവും നടത്തിയത് CPIM ആണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വടകരക്കാർക്കുണ്ടാവില്ല. ഇത്തവണത്തെ SV അവാർഡ് PTK ഷമീർ, ഡോക്ടർ V ഇദ്രീസ് എന്നിവർക്കായിരുന്നു. അവാർഡുകൾ സന്ദീപ് വാര്യർ വിതരണം ചെയ്തു. ഡോക്ടറുടെ അഭാവത്തിൽ തണൽ പ്രതിനിധി ഇല്യാസ് അവാർഡ് ഏറ്റുവാങ്ങി. ചടങ്ങിൽ MC വടകര അധ്യക്ഷത വഹിച്ചു. MT അബ്ദുസലാം SV അനുസ്മരണ പ്രഭാഷണം നടത്തി. അഹമ്മദ് പുന്നക്കൽ, സൂപ്പി നരിക്കാട്ടേരി, OK കുഞ്ഞബ്ദുള്ള, മഠത്തിൽ അബ്ദുറഹ്മാൻ, ആവോലം ബഷീർ, MP അബ്ദുൽ കരീം, KT നിസ്താർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രൊഫസർ KK മഹമ്മൂദ് സ്വാഗതവും കാരാളത്ത് പോക്കർ ഹാജി നന്ദിയും പറഞ്ഞു. തുടർന്ന് താജുദ്ദീൻ വടകര, നിസാം ഫാമിലി ഒരുക്കിയ ഇഷൽ നൈറ്റ് അരങ്ങേറി.